ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇടുക്കി ജില്ലാ പോലീസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. കാരണം ഇത്ര വലിയൊരു സദസ്സിൻ്റെ മുമ്പിൽ ഇടുക്കി ജില്ലയുടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സാറ് പറഞ്ഞു, നമ്മളെല്ലാവരോടും കൂടി ഒത്തുകൂടി പോകേണ്ട ഒരു വലിയ ദൗത്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിലാരെയും മാറ്റി നിർത്തേണ്ടതില്ല, നമ്മളെല്ലാവരും വേണം. നമുക്ക് ഇത് ഇടുക്കി ജില്ലാ പോലീസിൻ്റെ ചോയ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനാണ്. ഏകദേശം ഒരുപാട് ക്ലാസ്സുകൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. നമുക്കൊരു പാട്ട് കേട്ടുകൊണ്ട് തുടങ്ങിയാലോ? റെഡിയാണോ? എങ്കിൽ ഒന്ന് കൈയടിക്കേ. ഓക്കെ. വോളിയം അത് നെറ്റ് തെളി മനസ്സുകളിൽ ഇരുളു വീഴ്ത്തുന്നേ, കാർമേഘ ചുരുളുകളെ അകറ്റാനായി. നാടിൻ തെളി മനസ്സുകളിൽ ഇരുളു വീഴ്ത്തുന്നേ, കാർമേഘ ചുരുളുകളെ അകറ്റി നിർത്താനായി. ഉണർന്നെണീക്കുക, കരം പിടിക്കുക, പ്രതിവിധി പ്രതിരോധത്തിൽ പകച്ചിടാതെ അണിചേർന്നിടുക അവബോധം പ്രതിരോധം. പുകച്ചു പുകഞ്ഞു തീരില്ലെന്ന് നെഞ്ചിൽ തൊട്ട് പറയാം. നിനക്കു വേണ്ടി എനിക്കു വേണ്ടി നാടിനു വേണ്ടി പറയാം. കരിഞ്ഞു വീണു പലരും നമ്മുടെ കണ്ണിനു മുന്നിൽ നോവായി. വീണതിലേറ്റം കുട്ടികളെന്നത് മുറിവത് നെഞ്ചിൽ വ്രണമായി. പിടഞ്ഞെണീക്കുക, തളർന്നിടാതെ വൈകരുതേയാരും. നാമല്ലാതെ നമുക്കാര് കൈകോർക്കാമീ നാടിനായി. പതഞ്ഞു പൊന്തും ലഹരിക്കടിപ്പെടുത്താനായി നമുക്കു ചുറ്റും കഴുകൻ കണ്ണുകൾ ഒളിഞ്ഞിരിക്കുവതിന്ന്. അടുത്തുകൂടി അറിയാതകപ്പെടുത്തി പിന്നെ ഒഴിഞ്ഞു പോകുവതാരുടെ ജന്മം തിരിച്ചറിയുക നാം. രസിച്ചിടും ആദ്യം അടിമുടി തളർത്തിടും അതിവേഗം. തിരിച്ചു കേറാൻ ചികിത്സ മാത്രം കരുതിയിരിക്കുക നാം. నిజరి నిజరి సని సరి సని పని నీ 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 పని సని పని సని పని సని పని సని పాపని ని సరి పని సని పాపని ని సరి నిసరి 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 దిమ పని దిమ పని దిమ పని దిమ పని సారి పామరి సరి ని స
നിനിസ നിനിസ അറിവിന മാറ്റിടാം ഒരുമയോടെ നീങ്ങാം അറിവിനലകളാൽ ഇരുളു മാറ്റിടാം ഒരുമയോടെ നീങ്ങാം പൊരുതി നിന്നിടാം ഉണർവ് നൽകിടാം മനുജരായി മാറാം നാമല്ലാതെ നമുക്കാര് കൈകോർക്കാമീ നാടിന. റെഡിയാണോ? കൈകോർക്കാൻ റെഡിയാണോ നിങ്ങള്? ഓ, ഒന്ന് ഉറക്കപ്പറ. ആണോ? ആ, എങ്ങനെയുണ്ട്? കൊള്ളാമോ? എങ്കിൽ ഒന്ന് കയ്യടിച്ച് വന്നോടെ. അയ്യോ, ഇതെന്ത് കയ്യടി! കയ്യടി രണ്ട് രീതിയിൽ അടിക്കാം. ഒന്ന്, ഇത് ഇഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഞാനീ പറയണത് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല കയ്യടി ഉണ്ട്, എനിക്ക് സന്തോഷം തരാനുള്ളത്. രണ്ട്, എനിക്കോട്ട് പണി തന്നെ കയ്യടി ഉണ്ട്. നിങ്ങളടിച്ച കയ്യടി അത് എഴുതി പെടുന്നു എനിക്കറിയാൻ പാടില്ല. അടിക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് അടിക്കുക. അടിക്കുക. ആ, അങ്ങനെ അടിക്കും. ഓക്കെ, യെസ്. നമ്മൾക്ക് എല്ലാവരോടും കൂടി നോക്കിയാലല്ലാതെ ഈ ലഹരി എന്ന് പറയുന്ന വിപത്ത് നമ്മളിൽ നിന്ന് പോകില്ല. ഇത് നിങ്ങൾ നോക്കിക്കൂ. ഇത് ഈ അടുത്ത ദിവസം മെയ് 16 2016 മെയ് മുതൽ 2025 മെയ് 16 വരെയുള്ള നമ്മുടെ നാട്ടിൽ ലഹരി കൊണ്ട് സംഭവിച്ച കാര്യങ്ങളായി കിടക്കുന്നത്. നിങ്ങളതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ ഇടുക്കി ജില്ലയിൽ 70 പേര് അത് മരിച്ചത് ലഹരിയാണ്. അതിൻ്റെ പേരിൽ നമുക്കൊന്ന് നോക്കാം. എന്താണ് വിജയത്തിന് അത്യാവശ്യമായ സാധനം? ജീവിത വിജയത്തിന് അത്യാവശ്യമായ സംഭവം എന്താ? ഇപ്പം ഞങ്ങൾ ജോലിക്കാർക്കായിക്കോട്ടെ, പഠിക്കുന്ന കുട്ടികൾക്കായിക്കോട്ടെ, നമ്മുടെ വീട് ഭരിക്കുന്നവർക്കായിരിക്കട്ടെ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവരായിരിക്കട്ടെ, ഡ്രൈവർമാരായിക്കോട്ടെ, ഇപ്പം നമ്മൾ ഭരിക്കുന്ന നേതാക്കന്മാരായിക്കോട്ടെ, ഏതൊരാൾക്കാണേലും അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിന് അത്യാവശ്യം എന്താ? എൻ്റെ മക്കൾ ഇവിടെ ഇരുന്നിട്ട് പറയണ കണ്ടോ? ശ്രദ്ധ എന്ന് പറയുന്ന സാധനമാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ശ്രദ്ധയുണ്ട്? ഒന്ന് കൈവയ്ക്കും. എൻ്റെ മക്കളെ, നിങ്ങളുടെ അച്ഛനമ്മമാർ ഒരെണ്ണം പൊക്കിയിട്ടില്ലല്ലോ. ഓക്കെ, നമുക്കൊന്ന് നോക്കിയാലോ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോ ഇല്ലയോ എന്ന്? ഒന്ന് നോക്കാം ശ്രദ്ധയുണ്ടോന്ന്. എങ്കിൽ എല്ലാവരും, ഞാൻ ഈ മൈക്കൊന്ന് കോളസ് ആക്കട്ടെ കേട്ടോ. ആ, യെസ്. എല്ലാവരും കൈ ഇങ്ങനെയൊന്ന് പിടിച്ചേ. ആ, ഞാൻ പറയണേ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധയുള്ളവരാണ് നോക്കണത്. ഞാൻ കൈയടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കൈയടിക്കണം. ഞാൻ കയ്യടി നിർത്താൻ പറഞ്ഞാൽ കയ്യടി നിർത്തണം. ഞാൻ വേറെ എന്ത് പറഞ്ഞാലും ചെയ്യരുത്. ക്ലിയർ ആയോ? കൈയടിക്കാൻ പറഞ്ഞാൽ കൈയടിക്കണം, കയ്യടി നിർത്താൻ പറഞ്ഞാൽ കയ്യടി നിർത്തണം. ഞാൻ വേറെ എന്ത് പറഞ്ഞാലും ചെയ്യരുത്. ക്ലിയർ ആയോ? എങ്കിൽ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞേ. ആമീൻ. ഞാനിത് കുറെ കേട്ടിട്ടുള്ളതാ. കൈയടിക്കാൻ പറഞ്ഞാൽ കൈയടിക്കുക, കയ്യടി നിർത്താൻ പറഞ്ഞാൽ കയ്യടി നിർത്തുക. ഞാൻ വേറെ എന്ത് പറഞ്ഞാലും ചെയ്യരുത്. കൈയടിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അടിച്ചോളണം. ഈ കൈയടിച്ചാൽ നമുക്ക് ശ്രദ്ധയുണ്ടാവുന്ന, അതിനെക്കുറിച്ച് പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയാണ്. കൈയടിച്ചാൽ നമുക്ക് ശ്രദ്ധയുണ്ടാവും. അപ്പോൾ നിങ്ങൾ, ഞാൻ കൈയടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കൈയടിക്കുക, ഞാൻ കയ്യടി നിർത്താൻ പറഞ്ഞാൽ കയ്യടി നിർത്തുക. ഞാൻ വേറെ എന്ത് പറഞ്ഞാലും ചെയ്യാൻ പാടില്ല. ക്ലിയർ ആയോ? എങ്കിൽ ശരി, പിടിച്ചോ. റെഡി? ഒന്നോടെ പറയണോ? എങ്കിലും എൻ്റെ സമാധാനത്തിന് ഞാൻ ഒന്നോടെ പറയാം. കൈയടിക്കാൻ പറഞ്ഞാൽ കൈയടിക്കണം, കയ്യടി നിർത്താൻ പറഞ്ഞാൽ കയ്യടി നിർത്തണം. ഞാൻ വേറെ എന്ത് പറഞ്ഞാലും ചെയ്യരുത്. ഓക്കെ, ശരി, പിടിച്ചോ. റെഡി? സ്റ്റാർട്ട്. സ്റ്റോപ്പ്. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. മതി, താത്തിട്ടോ. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞേ? കൈയടിക്കാൻ പറഞ്ഞ, കയ്യടി നിർത്താൻ പറഞ്ഞ, പിന്നെ നിങ്ങൾ എന്തിനാ കൈയടിച്ചേ? ഞാൻ കൈയടിക്കാൻ പറഞ്ഞ? ഞാൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നല്ല പറഞ്ഞേ. ഓ, പന്നിയേക്കൂട് പോലീസുകാരൻ കൊച്ചുപിള്ളേരെ കളിപ്പിക്കണ കളിയും കൊണ്ട്. എവിടെയായിരുന്നു നിങ്ങളുടെ ശ്രദ്ധ? നിങ്ങളുടെ ശ്രദ്ധ മൊത്തം എൻ്റെ ഈ 2 കൈയിൻ്റെ ഉള്ളിലായിരുന്നു അല്ലേ? ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ശ്രദ്ധ എന്ന് പറയണേ. ഈ ശ്രദ്ധ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് ആപത്തൊക്കെ ഉണ്ടാകണേ. നമ്മൾ എത്ര വലിയ ആളുകളാണേലും, എത്ര വലിയ വിദ്യാഭ്യാസമുള്ളവരാണേലും, എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളും, എവിടെയും നമ്മുടെ ശ്രദ്ധ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ നമുക്ക് ആപത്തുണ്ടാവും, അപകടത്തിൽ ചാടിയിരിക്കും, തോറ്റുപോകും. ശ്രദ്ധ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉണർവ്, ഉന്മേഷം, സന്തോഷം, വിജയം, ആനന്ദ, ഉത്സാഹമൊക്കെ ഉണ്ടാവും. ശ്രദ്ധ ഇല്ലെങ്കിൽ ചമ്മലും തോൽവിയായിരിക്കും. ഇപ്പം ആ സംഭവമൊക്കെ ഇവിടെ നടന്നു. ഞാൻ കൈയടിക്കാത്തപ്പോൾ കൈയടിച്ച ആളുകൾ നിങ്ങൾ കണ്ടാ? അവരെന്നാ കാണിച്ചേ? അവർ കാണിച്ചത് ഇങ്ങനെ കാണിച്ചേ. ശ്രദ്ധ കയ്യിൽ നിന്ന് പോയി, ഇപ്പം ചമ്മി, തോറ്റുപോയി.
എന്ന് തോന്നിയില്ലേ? യെസ്. എങ്കിൽ ശ്രദ്ധയുള്ള ആളുകൾ എന്താ ചെയ്തെന്നറിയാമോ? സാറേ ഞാൻ അടിച്ചില്ല, അതെ ഒന്ന് കൈ അടിച്ചില്ല എന്നുള്ളൂ. ഒരു ലോട്ടറി അടിച്ച സന്തോഷം അവർക്ക്. കാരണം അവരുടെ ശ്രദ്ധ അവിടെ ഉണ്ടായി. എന്താ നിങ്ങളുടെ ശ്രദ്ധ പോകാൻ കാരണം? നിങ്ങളുടെ ശ്രദ്ധ മൊത്തം അജി അരവിന്ദന്റെ ഈ 2 കൈയിൻ്റെ ഉള്ളിലായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു ഇനിയും പറയണോ എന്ന്. അന്നേരം നിങ്ങൾ എന്നാ പറഞ്ഞ് ഇതൊക്കെ ഇതിന് മാത്രം വല്ലതും പറയാനുണ്ടോ സാറേ, അടിക്ക് സമയം തേങ്ങാന്നല്ലേ പറഞ്ഞേ? എന്നിട്ടാ പോയി. ഈ ശ്രദ്ധ നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന്, മക്കളുടെ പഠന കാര്യങ്ങളിൽ നിന്ന് എപ്പോൾ പോയോ അവിടെ നമുക്ക് അപകടം ഉണ്ടായി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധയുള്ളവരാകണം. ശ്രദ്ധയുണ്ടാകാൻ വേണ്ട 3 കാര്യങ്ങളേ ഉള്ളൂ. 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധ. ഇപ്പൊ നമ്മളെല്ലാവരോടും പറയണ്ട് ശ്രദ്ധിക്കുക. എന്താ ഈ ശ്രദ്ധ? ഇപ്പൊ മാഡം ഇപ്പൊ സാറ് പറയാണ് കൊച്ചിനോട് ശ്രദ്ധിച്ച് പഠിക്കുന്നു പറയാണ്. അപ്പൊ കൊച്ചി തിരിച്ചു കഴിഞ്ഞാ അച്ഛൻ ഈ ശ്രദ്ധ എന്ന് പറഞ്ഞല്ല, മോൻ കളിക്കാൻ പൊക്കോടാന്ന് പറയും അല്ലേ? എന്താ ഈ ശ്രദ്ധ? എവിടെ നിന്ന് കിട്ടും ഈ ശ്രദ്ധ? ഏത് ആശുപത്രിയിൽ നിന്ന് കിട്ടും? ഏത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടും? ഓൺലൈനിൽ വരുത്താൻ പറ്റുമോ? മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുമോ? ഒരു സ്ഥലത്തും കിട്ടില്ല. ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ചെന്നിട്ട് എൻ്റെ ശരീരത്തിലേക്ക് ഒരു ഇച്ചിരി ശ്രദ്ധ വെച്ച് തരാൻ പറഞ്ഞാൽ ആണിനെ പെണ്ണാക്കി മാറ്റുന്ന വരെ ശസ്ത്രക്രിയയുണ്ട്. പക്ഷെ ശ്രദ്ധ വെച്ച് തരുന്ന ഇതില്ല. അപ്പൊ എന്താ ഈ ശ്രദ്ധ? ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള 3 കൂട്ടം ഘടകങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ശ്രദ്ധ ഉണ്ടാകണേ. ഇതിലേതെങ്കിലും ഒരു സാധനം പോയാൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. ഈ 3 ഘടകങ്ങൾ എൻ്റെയും കൂടെ ഉണ്ട്, നിങ്ങളുടെയും കൂടെ ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് ഒന്നും എനിക്ക് തരാനോ എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് തരാനോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാനോ കഴിയില്ല. ഈ 3 നമുക്ക് സ്വന്തമായി ഉപയോഗിക്കേണ്ടതാണ്. ഈ 3 ഒന്നിച്ച് വർക്ക് ചെയ്യണം. ഒരെണ്ണം പോയാൽ കിട്ടൂല. എന്താണ് ആ 3 എന്നറിയാമോ? ആ 3 ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ശരീരമാണ്. നിങ്ങൾക്ക് ശരീരമുണ്ടോ? ഒന്ന് എനിക്ക് കണ്ടേ. അപ്പൊ പിന്നെ രാവിലെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഭക്ഷണം കഴിച്ച് ഇവിടെ വന്ന് ഇപ്പൊ ഞാൻ ഈ കൈയടിക്കാൻ പറഞ്ഞപ്പോ കൈയടിച്ചതൊക്കെ ഈ ശരീരം കൊണ്ടല്ലേ? പിന്നെ ഞാൻ ശരീരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ അനക്കി നോക്കണമായിരുന്നോ? നിങ്ങളുടെ കൂടെ ഇരിക്കണ ഈ ശരീരം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരൊറപ്പുമില്ല. അത് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തടത്തോളം കാലം നമ്മൾ കാണുന്ന ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എന്ത് കോൺഫിഡൻസ് ഉണ്ടാവും? ശരീരം നമ്മുടെ കൂടെ. രണ്ടാമത്തെ സാധനമാണ് ശ്വാസം. നിങ്ങൾക്കുണ്ടോ ശ്വാസം? ഉണ്ടോ? ശ്വാസം ഉണ്ടോ? ഒന്ന് വലിച്ചേ. വീണ്ടും സംശയം. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഈ ഷർട്ട് ഞാൻ ഇടണം, ഈ കൈ ഞാൻ അടിക്കണം, ഭക്ഷണം ഞാൻ കഴിക്കണം, ഈ മൈക്ക് ഞാൻ പിടിക്കണം, ഇതെല്ലാം ഞാൻ ചെയ്യണം. പക്ഷെ ശ്വാസം മാത്രം ഞാൻ വലിക്കണ്ട. അത് ആരുടെ പണിയാ? ശ്വാസത്തിന്റെ പണിയാ. പാവം കയറിക്കോളും ഇറങ്ങിക്കോളും. നമ്മൾ കിടന്നുറങ്ങിയാൽ ഈ പാവം കയറും ഉറങ്ങും. പിന്നെ ഇത് കയറണമെന്നപ്പോഴാണ് നമുക്ക് സംശയം. പബ്ലിക് ടോയ്ലറ്റിലൊക്കെ ചെല്ലണം, എന്തോ ഒരു സാധനം കയറിപ്പോണ്ടല്ലോടാ, പിടിക്കും. അപ്പോഴാണ് ഈ ശ്വാസം മൂക്കി കയറണമെന്ന് നമ്മൾ അറിയണേ. അതുവരെ നമുക്ക് ബോധമില്ല. പ്രിയപ്പെട്ടവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ എന്തിൻ്റെ പേരിലൊക്കെ അഹങ്കരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മൂക്കിൽ കയറുന്ന ശ്വാസം, ആ സാധനം, അത് കൃഷ്ണനോ ക്രിസ്തുവോ നബിയോ ഇനിയിപ്പോ ഭൗതികവാദമോ എന്തോ ആയിക്കോട്ടെ, ആ ശക്തി നമുക്ക്, നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രപഞ്ച ശക്തി ഉണ്ടല്ലോ, ആ ശക്തി നമുക്ക് കനിഞ്ഞു നൽകിയ ഒരു ഔദാര്യ. ഈ സാധനം മൂക്കി കയറാണ്ടാന്ന് തീരുമാനിച്ച അപ്പൊ തീരും നമ്മുടെ കാര്യമൊക്കെ. അജി വലിയ എസ് ഐ വയ്ക്കുക, ഇറങ്ങി നിൽക്കുക. ഒരു നിയമം വണ്ടി കണ്ടു, ഞാൻ കൈ കാണിച്ചു, അവനോട് പറഞ്ഞു മനസ്സിലാക്കി, നീ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, കയറിക്കോ, വണ്ടിയിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോകാനുള്ള തൻ്റെ ഈ അജിക്കുണ്ട്. എൻ്റെ മൂക്കിൽ നിന്ന് ഇറങ്ങിപ്പോയ ശ്വാസം അടുത്ത സെക്കൻഡിൽ ഇവിടെ വന്ന് നിൽക്കുക കയറാതെ. ഞാൻ ആ ശ്വാസത്തോട് പറയാ, ഞാൻ സ്ഥലം എസ്ഐയാ, കയറാ മൂക്കി എന്ന് പറഞ്ഞാൽ കയറുക. ഇത്രേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ഏത് അഹങ്കാരങ്ങളും ഈ മൂക്കിൽ നിന്ന് ശ്വാസം ഇറങ്ങിപ്പോയ അപ്പ തീരും. ഞാൻ എന്ന ഭാവങ്ങളെ അടുത്ത സെക്കൻഡിൽ തീരും. അതുകൊണ്ട് ഈ ശ്വാസം ഉള്ളിടത്തോളം കാലം നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ലതായിട്ട് നമ്മളും നമ്മളെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവരായിട്ടിരിക്കുക. ശ്വാസം പോയതിന് ശേഷം നമ്മൾ നല്ല പ്രവൃത്തി ചെയ്തിട്ടത് കാര്യമില്ല. മൂന്നാമത്തെ സാധനം ശ്രദ്ധയുണ്ടാകാനുള്ളത് മനസ്സാണ്. മനസ്സെന്ന് പറയുന്ന ഒരു അവയവം നമുക്കില്ല. ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഡോക്ടർ പറയും, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് നമുക്ക്. ഒരവയവം നമ്മുടെ ശരീരത്തിലില്ല. ഈ ശരീരവും ശ്വാസവും മനസ്സും ഒന്നിച്ചൊരു സ്ഥലത്ത് വർക്ക് ചെയ്താൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാകും. ഇതിലേതെങ്കിലും ഒന്ന് പോയാൽ ശ്രദ്ധ ഉണ്ടാവില്ല. ഇപ്പൊ കൈ അടിച്ചപ്പോ നിങ്ങളുടെ ശരീരവും ശ്വാസം അവിടെ ഇരുന്നു, മനസ്സ് എൻ്റെ അടുത്തേക്ക് വന്നു, അതുകൊണ്ടാണ് പോയത്. നമുക്കൊന്നും അത് ഞാൻ പറ്റിക്കുക ചെയ്തത്. നിങ്ങൾ ഇംഗ്ലീഷും മലയാളവും പറഞ്ഞ്, ഇനി ഞാൻ ഇംഗ്ലീഷും മലയാളവും ഒന്നും പറയാനില്ല. ഞാൻ ചെയ്താൽ നിങ്ങൾ ചെയ്താൽ മതി, ഞാൻ ചെയ്തില്ല ചെയ്യണ്ട. ഒന്നോടെ നോക്കാം.
എങ്കിൽ ഇങ്ങനെ പിടിക്കും. ഓ, ഇപ്പൊ ചിലര് കൈ ഇങ്ങനെയാ പിടിച്ചേക്കണേ, ഇങ്ങനെ പിടിക്കേ. ഞാൻ കൈ അടിച്ചാൽ നിങ്ങൾ കൈ അടിക്കണം, ഞാൻ കൈ അടിച്ചില്ലേ അടിക്കരുത്. ഞാൻ കൈ അടിച്ചാൽ എൻ്റെ ഒപ്പം കൈ അടിക്കണം, അല്ലാണ്ട് കഴിഞ്ഞ വിഷുവിന് പൊട്ടിയ പടപ്പൊക്കം പോലെ പിന്നെ പൊട്ടരുത്. ഓക്കെ, പിടിച്ചോ. ഒന്നോടെ പറയണ സാർ ആദ്യം 6-7 പ്രാവശ്യം പറഞ്ഞു കൊളാക്കി തന്നല്ലോ. പിടിക്ക്. ഞാൻ കൈ അടിച്ചാൽ എൻ്റെ ഒപ്പം അടിക്കുക, ഞാൻ അടിച്ചില്ലേ അടിക്കരുത്. ഓക്കെ, ശരി, പിടിച്ചോ. റെഡി, 1 2 3. ഇവിടെ മഴയത്ത് തുണിയൊന്നും നനഞ്ഞു പോകില്ല, അതൊക്കെ ആരെങ്കിലും എടുത്തു വെച്ചോളൂ. വീട്ടിലെ ശ്രദ്ധ മൊത്തം ഇവിടെ. റെഡി, 1 2 3. ഞാൻ അടിക്കും മക്കളെ. ഇവിടെ നോക്ക്, ഈ ഫ്രണ്ടിലിന്റെ അമ്മമാർക്ക് എന്നെ ശ്രദ്ധയെന്നറിയാമോ? ആ, പിടിക്ക്. റെഡി, 1 2 3. അടിക്കണം. റെഡി, 1 2 3. നമുക്ക് ഒപ്പം അടിക്കാം. ഒന്ന് പിടിച്ചേ, അടിച്ചോ എൻ്റെ ഒപ്പം. ഞാൻ നിർത്തിയിട്ട് കുറെ നേരമായി. നല്ല സുഖമുണ്ടോ? ഇപ്പൊ ഈ കൈക്കൊക്കെ നല്ല തരിപ്പും നല്ല സുഖമൊക്കെ തോന്നിയവരൊക്കെ അടുത്ത് ഈ ശ്രദ്ധ എത്തിയിട്ടുണ്ട്. ശ്രദ്ധയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, സമയമില്ല. അതുകൊണ്ട് ഞാൻ ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞിട്ട് പോകാൻ, ശ്രദ്ധ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് ഏത് ആപത്തുകളും സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ജീവിതത്തോടുള്ള ലഹരിയായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ലഹരി ജീവിതത്തോടുള്ളതായിരിക്കണം. ജീവിതത്തോടുള്ള ഒരു ലഹരി ആയിരിക്കണം നമ്മുടെ ലഹരി ജീവിതത്തോടായിരിക്കും. ഈ ജീവിതത്തോടുള്ള ലഹരി എന്താ? ലഹരി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയാം. ഒരു വസ്തു, വലിയ ഒരു സാഹചര്യം, അത് കാണുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ നമുക്ക് ഉണർവ്, ഉന്മേഷം, സന്തോഷം, വിജയം, ആനന്ദം, ഉത്സാഹമൊക്കെ ഉണ്ടാകുകയും അതേ വസ്തു വീണ്ടും കാണുമ്പോഴും ഉപയോഗിക്കാനും തോന്നിയാൽ അത് ലഹരിയാണ്. ഒരു വസ്തു, വലിയൊരു സാഹചര്യം, അത് കാണുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ ഉണർവ്, ഉന്മേഷം, സന്തോഷം, ഊർജ്ജസ്വലത ഉണ്ടാകുകയും അതേ വസ്തു വീണ്ടും കാണാനും ഉപയോഗിക്കാനും തോന്നിയാൽ അത് ലഹരിയാണ്. അങ്ങനെയുള്ള ലഹരി വല്ലതും വീട്ടിലുണ്ടാ? ഉണ്ടാ ചേച്ചി? വല്ല ലഹരി വീട്ടിലുണ്ടാ? ഇല്ലേ? ഇല്ല. എന്നതാ? ഫോൺ. ഫോൺ. പിന്നെയോ TV, കുർക്കുറേ, മൊബൈല്. പിന്നെയോ ഈ അമ്മമാരുടെ ഇവിടെ അങ്ങനെ വല്ല സാധനം ഉണ്ടോ? ചേച്ചിക്ക് വീട്ടിൽ അങ്ങനെയുള്ള വല്ല ലഹരി ഉണ്ടോ? ഒരു ലഹരി ഇല്ല. ഭർത്താവിനെ കാണണം എന്ന് ആഗ്രഹം വല്ലതും ഉണ്ടോ? അങ്ങനെ തോന്നിയില്ലെങ്കിൽ ആ ചങ്ങാതി 7 മണി വരെ കവലക്കിരിക്കും. എനിക്ക് ഭർത്താവിനോ കാണണം എന്നുള്ള ലഹരി എന്നിലില്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വേറെ ലഹരികളുടെ പുറകെ പോകും. എനിക്ക് എൻ്റെ ഭാര്യയെ കാണണം, എൻ്റെ മക്കളെ കാണണം എന്നുള്ള ലഹരി എനിക്ക് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ തോന്നില്ല. അതുകൊണ്ട് ജീവിതമായിരിക്കണം നമ്മുടെ ലഹരി, നമ്മുടെ കുടുംബമായിരിക്കണം ലഹരി, നമ്മുടെ ലക്ഷ്യങ്ങളായിരിക്കണം നമ്മുടെ ലഹരി. അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാം. ദാ ഈ കാണുന്ന പെൺകുട്ടിയുടെ പേര് ജാക്ലിൻ എന്നാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ജാക്ലിൻ. ഇത് ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു, ഒരു മോഡലായിരുന്നു, ഇവരൊരു ആങ്കറായിരുന്നു. ഇവര് മദ്യത്തിൻ്റെയൊക്കെ പരസ്യങ്ങളിൽ കോടികൾ വാങ്ങി അഭിനയിക്കുമായിരുന്നു. അങ്ങനെ 19 വയസ്സിൽ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സോടും കൂടിയിട്ട് ഒരു മദ്യ പാർട്ടിയിൽ പങ്കെടുത്ത് പോകുന്ന വഴിയിൽ ആ വണ്ടി ഒരു ആക്സിഡൻ്റായി ഓൺ ദ സ്പോട്ടിൽ തന്നെ ഒരു 3 പേര് മരിച്ചു. ജാക്ലിന് ആക്സിഡന്റിൽ മരണമൊന്നും സംഭവിച്ചില്ല. പക്ഷെ ജാക്ലിൻ ഇരുന്ന വണ്ടിക്ക് തീ പിടിച്ചു. 45 സെക്കൻഡ്, 1 മിനിറ്റ് എടുത്തില്ല, 45 സെക്കൻഡ് ആ വണ്ടിയിൽ തീ ആളിക്കത്തി. 45 സെക്കൻഡ് കൊണ്ട് ജാക്ലിനെ പുറത്തെടുത്തപ്പോൾ ജാക്ലിൻ ഇതിനേക്കാളും മനോഹരിയായി മാറി. കാണണോ നിങ്ങൾക്ക്? നോക്ക്, ഇതുപോലെയായി മൂക്കും ഒരു കണ്ണും പിരികങ്ങളും തലമുടിയും ഒക്കെ പോയി വേറൊരു രൂപത്തിലേക്കായിപ്പോയി. മദ്യം നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും മദ്യമായി ബന്ധപ്പെട്ട എവിടെയെല്ലാം നമുക്ക് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടാകും. ജാക്ലിൻ ഇപ്പോൾ മദ്യത്തിനെതിരെ സംസാരിക്കുന്ന ആളായി മാറി. ഈ പഴയ ലഹരികളൊക്കെ മാറി പുതിയ കുറെ ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് മദ്യവും, സിഗരറ്റ്, പാൻ മസാല, പുകയിലൊക്കെ ആണെങ്കിൽ ഇന്ന് നമ്മുടെ അടുത്തേക്ക് പുതിയ ഒരു ലഹരി എത്തിയിട്ടുണ്ട്. ന്യൂജൻ ലഹരി, കില്ലർ ഡ്രഗ്സ്. അതിന്റെ പേരിൽ തന്നെ കില്ലർ എന്നുണ്ട്.
കാരണം അതിൽ തൊട്ട ഒന്നെങ്കിൽ മരിക്കും, അല്ലെങ്കിൽ വേറൊരാൾ കൊല്ലും. കാരണം ആ രീതിയിലായിരിക്കും സ്വഭാവം. ഈ അടുത്ത ദിവസം നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചൂലേ, ഒരു ചിറ്റിക കൊണ്ട് തൻ്റെ കടം തീർക്കാനിറങ്ങിയ ഒരു മോൻ്റെ കഥ. ഒരു കൂട്ടുകാരൻ്റെ ശരീരത്തിലെ കോമ്പസ് കൊണ്ട് ചിത്രം വരച്ച വേറൊരുത്തൻ്റെ കഥ. അവനെ പോലെ തന്നെയുള്ള ഒരു കൂട്ടുകാരൻ്റെ ശരീരഭാഗങ്ങളിൽ ഡംബൽ തൂക്കിയിട്ട് ആ കുട്ടി കിടന്ന് പിടഞ്ഞപ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തിയ ഒരാള് സാറിപ്പ പറഞ്ഞുപോയി. അമ്മയുടെ യൂട്രസ് റിമൂവ് ചെയ്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്കുന്ന ആ അമ്മയെ കാണാൻ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വന്ന മകൻ അമ്മയുടെ പുറത്തു നിന്ന് തലോടിയതിന് ശേഷം പോയി ഒരു കത്തിയുമായി തിരിച്ചു വന്ന് ആ അമ്മയുടെ കഴുത്തറത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് പറഞ്ഞു, എന്നെ ജനിപ്പിച്ച കുറ്റത്തിന് ഞാൻ എൻ്റെ അമ്മയെ കൊന്നു. അവന്റെ കൂട്ടുകാരനാണ് അവൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച പെണ്ണിനെ ഇതേപോലെ തന്നെ കൊന്നത്. നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? കില്ലർ ഡ്രഗ്സായ MDMA എന്ന് പറയുന്ന പുതിയ മാരകമായ ഒരു വിഷം, ആ സാധനം അല്ലെങ്കിൽ ഇത് നമ്മുടെ ഉള്ളിലേക്ക് എത്തിയാൽ മക്കളെ, ഇത് കാണാനൊന്നും ഒത്തിരിയൊന്നുമില്ല. ദാ ഈ കൈ കൊണ്ട് ഒരു നുള്ളിങ്ങനെ നുള്ളിയെടുത്താൽ പഞ്ചസാര തരി പോലെ 2 തരിയോ വെള്ളാറങ്കല്ലിന്റെ തരി പോലെ പിന്നെ തരി പോലെയോ മുഖത്തിടുന്ന പൗഡർ പോലെയുള്ള ഒരു നുള്ളു സാധനം 2 പഞ്ചസാര തരി എടുത്തുകൊണ്ടെന്നൊരു വെള്ളത്തിലിട്ടിട്ട് അത് ഇതേ ലഹരിക്കെതിരെ ഞാൻ ക്ലാസ് എടുക്കണ എനിക്കോ ഈ സാറിനൊക്കെ കൊടുത്താൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ തന്നെങ്കിൽ ഞങ്ങൾ മേടിച്ചു കുടിക്കും. കാരണം എന്താ? അതിന് മണമോ നിറമോ രുചിയോ ഇല്ല എന്നുള്ളതാണ്. തിരിച്ചറിയാൻ കഴിയില്ല. മദ്യം കണ്ടാൽ തിരിച്ചറിയാം, പുകയില കണ്ടാൽ അറിയാം, കഞ്ചാ കണ്ടാൽ അറിയാം, ഹാൻസ് കണ്ടാലൊക്കെ അറിയാം. പക്ഷേ MDMA എന്ന് പറയുന്ന സാധനം ഏത് രൂപത്തിൽ വരും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. വെള്ളത്തിലിട്ട വെള്ളം പോലെയും ഭക്ഷണത്തിലിട്ട ഭക്ഷണത്തിന്റെ രൂപത്തിലും പുകയുടെ രൂപത്തിലൊക്കെ ആയിപ്പോവും ഈ സാധനം. നമ്മുടെ ഉള്ളിലെത്തിയാലോ 45 സെക്കൻഡ് കൊണ്ട് അവൻ നമ്മളുടെ ശരീരത്തിലെ 24 മണിക്കൂർ അവനെടുക്കും. അതിൽ 12 മണിക്കൂർ അവന്റെ കസ്റ്റഡിയിൽ പോകും. അതിൽ 8 മണിക്കൂർ അവൻ തീരുമാനിക്കും ഞാൻ എന്താണ്, ഞാൻ എവിടെയാണ്, ഞാൻ ആരുടെ കൂടെ. അവൻ തീരുമാനിക്കും, നമുക്ക് തീരുമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരെയൊക്കെ നമുക്ക് നല്ല ശ്രദ്ധയുള്ളവരാക്കി. ആസക്തി എന്ന് പറയുന്ന ഒരു സാധനം ഇതിലേക്ക് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഒരിക്കൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്ത വിധം ആ വ്യക്തി പഠിച്ചെടുക്കുന്ന ശീലങ്ങളാണ് ആസക്തി. നമ്മൾ അത് തൊട്ടുപോയി പിന്നെ അങ്ങനെയാ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊന്ന് കൈകെട്ടിക്കേ. നിങ്ങൾ സാധാരണ കൈകെട്ടനെ പോലെ കെട്ടിക്കേ. ആ അഴിച്ചേ, സൈഡ് കെട്ടിക്കേ, ഓപ്പോസിറ്റ് സൈഡ് കെട്ടിക്കേ. ഏതാ സുഖം? ആ ഒന്ന് കൈ കെട്ടിക്കേ, അഴിച്ചിട്ട് സാധാരണ കെട്ടിക്കേ. ഇതാണ് ശീലം. നമ്മൾ ആദ്യത്തെ പോലെ തന്നെ വന്നു. ഇതാണ് നമ്മുടെ ശീലം. രാവിലെ എൻ്റെ പല്ല് തേക്കണം അല്ലേ, കുളിക്കണം, ഇതൊക്കെ നമ്മുടെ ശീലങ്ങളായി മാറി. ഇതുപോലെ തന്നെയാണ് ഈ ആസക്തി എന്ന് പറഞ്ഞ സാധനം. ഒരിക്കൽ രൂപപ്പെട്ടു പോയാൽ ആ സാധനമായി മാറും. അതിന്റെ പേരിൽ ഡോക്ടർ അതിനെ കുറിച്ച് പറഞ്ഞുകൊള്ളും. ആസക്തികൾ 2 രൂപത്തിലാണ്. ഒന്ന് പെരുമാറ്റ ആസക്തി, ഒന്ന് രാസ ആസക്തികളും. നമുക്ക് നോക്കാം എന്താന്ന്. ഇത് കണ്ടോ, പെരുമാറ്റത്തിൽ വരുന്ന സംഗതികളാണ് ഈ കാണുന്നത്. ചൂതാട്ടം, മൊബൈല്, വീഡിയോ ഗെയിം, ഭക്ഷണം, കായിക വിനോദം, ലൈംഗിക വികൃതങ്ങൾ, സോഷ്യൽ മീഡിയ ഒക്കെ. ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ആസക്തി ഉണ്ടോയെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഈ കാണുന്ന സാധനമൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് ഈ സാധനം അഡിക്ഷൻ എത്തിത്തുടങ്ങിയെന്നാണ് നിങ്ങൾ തീരുമാനിച്ചെന്നുള്ള കാര്യം. ഉണ്ടെങ്കിൽ നിങ്ങൾ കുറയ്ക്കാൻ നോക്കൂ. അടുത്തത് കണ്ടോ, അടുത്ത സാധനം തേയില, മദ്യം, പാൻ മസാല, മയക്കുമരുന്ന്, കറുപ്പ്, മോർഫിൻ, ഹെറോയിൻ, പെത്തഡിൻ, മെത്ത, ഈ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇത് രാസമാണ്. ഇത് കൃത്രിമമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കണം. ഒരിക്കൽ കൊടുത്താൽ വീണ്ടും കൊടുക്കേണ്ടതായിട്ട് വരും. കണ്ടു ആസക്തിയുടെ പ്രത്യേകതകൾ വായിക്കാൻ പറ്റണില്ലേ? ആസക്തി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളോ ശീലങ്ങളോ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാതായി വരും നമുക്ക്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈല് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ വന്നങ്ങ് പിടിച്ചു മേടിക്കാമെന്ന് വിചാരിച്ചോ? നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതാണല്ലോ കാര്യം. ഓക്കെ. 2, ഇവയുടെ അളവ് കൂട്ടേണ്ടതായിട്ട് വരും. കുറച്ചു നേരം ഗെയിം, ഒരു 10 മിനിറ്റ് ഗെയിം കളിക്കാന്ന് ഓർത്ത് ഇരിക്കും. പക്ഷെ കളിച്ച് നേരം വെളുക്കണ വരെ അങ്ങോട്ട് മറിഞ്ഞ് കിടന്ന് ഉറങ്ങും. അതുപോലെ തന്നെയാണ് ഈ ലഹരി സാധനങ്ങളും.
ഈ വിഡ്രോവൽ സിൻഡ്രം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ സാധനം കിട്ടാണ്ട് വരുമ്പോൾ ഭയാനകമായിട്ട് മാറും. നമ്മൾ എന്താണോ അതായിട്ട് അങ്ങ് മാറും. എന്നിട്ട് നമ്മുടെ മുമ്പിൽ അതാണ് അവർക്കൊക്കെ പറ്റുന്നത്. അതുകൊണ്ട് വിഡ്രോവൽ സിൻഡ്രം ഭയങ്കര, അതിനും ട്രീറ്റ്മെന്റ്, ആത്മസംഘർഷം മറ്റുള്ളവരുമായി സംഘർഷം ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ആസക്തി നിലച്ചാലും തുടർന്നാലും ജീവിതത്തിലും തൊഴിലും വിദ്യാഭ്യാസത്തിലും അത് പ്രതീക്ഷിക്കും. നമ്മൾക്ക് ഈ സംഗതി വന്നാലും നിന്നാലും ഇത് തന്നെ അവസ്ഥ. എങ്ങനെ ലഹരിയിലേക്ക് എത്തിപ്പെടും? ഒരു ചൂണ്ട തന്നെയാണ്. ചൂണ്ടയുടെ പ്രത്യേകത എന്താ? അതില് ഇച്ചിരി മാംസക്കഷ്ണം ഇങ്ങനെ കോർത്തിട്ട് മീൻ അങ്ങ് ഇട്ട് കൊടുക്കും. ഈ പാവം മീനിന്റെ വിചാരം എന്താണെന്നറിയാമോ? എന്ത് സ്നേഹമുള്ള ചെറുക്കന്മാരാ, വെക്കേഷൻ ടൈമിൽ ഇവന്മാർ എനിക്ക് തീറ്റ തന്ന് പുണ്യപ്രവൃത്തിയാന്ന് ഓർത്തുകൊണ്ട് ഈ ചൂണ്ട വന്നൊരൊറ്റ കൊത്തും. കൊത്തി കഴിയുമ്പോൾ ഒട്ടക്കും, പിന്നെ ഊരിപ്പോരൽ നടക്കൂല. അതുപോലെ തന്നെയാണ് ഈ സാധനം. പരീക്ഷണങ്ങളിലേക്ക് പോലും പോകരുത്. കൂട്ടുകാർ പറയും ആണാണെങ്കിൽ ഒന്ന് പറ്റും, ഒന്ന് ചെയ്തും ചുരുക്കുഴപ്പമില്ല. അത് രണ്ട്, ഉല്ലാസത്തിന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി പാർട്ടികൾ നടക്കുമ്പോ ഫെയർവെൽ, അവിടെ 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങള് ഫെയർവെൽ പാർട്ടി നടത്തിയതാ. ഒരു സമൂഹത്തിലില്ല, അവന്റെ കൂട്ടത്തിൽ പഠിക്കണേ. ഈ ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോ പുത്തൻ ഉടുപ്പും പുത്തൻ ബാഗുമായിട്ട് സ്കൂളിലേക്ക് പോകേണ്ട ഒരു പയ്യനില്ല. മക്കളെ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ പൊന്നോമ നിങ്ങൾക്ക് പുത്തൻ ഉടുപ്പ് മേടിച്ചു തന്ന് സ്കൂളിലേക്ക് വിടുമ്പോ ഈ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഡേ ഫെയർവെൽ പരേഡ് പാർട്ടി നടത്തി ഇറങ്ങിയ ഒരു കുഞ്ഞില്ല. അങ്ങനെ നമ്മൾക്കോ നമ്മുടെ കൂട്ടുകാർക്കോ സംഭവിക്കരുത്. മക്കളെ, ഉല്ലാസങ്ങളില് ഒരു പരിധിക്കരുത്. പിന്നെ ഇത് ഉപയോഗിച്ചു വരുന്ന തഴക്കമാണ്, ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. അടുത്തത് ദുരുപയോഗമാണ്, കൂടുതൽ ഉപയോഗിക്കാൻ തോന്നും. ലഹരി അമിതമായി വന്നാലുള്ള ബുദ്ധിമുട്ടുകളാണ്. കണ്ടോ, ലഹരി അമിതമായി മൂലം ഉത്തേജനം കിട്ടുവാൻ അളവ് കൂട്ടേണ്ടതായിട്ട് വരും. ആരോഗ്യവും ജീവിതവും പോകും. ശാരീരികവും മാനസികവുമായി ലഹരി ലഭിക്കാതെ വരുമ്പോൾ അസ്വസ്ഥതയും ആശങ്കയും ശാരീരികമായ രോഗലക്ഷണങ്ങളും മാനസികമായി ലഹരിയോടുള്ള അടുപ്പം കാരണം ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അത് അവസാനം ജീവിതം തീർക്കും. ലഹരി അമിതമായി ഉപയോഗിക്കുന്നത് മൂലം ഉത്തേജനം ലഭിക്കുവാൻ അളവ് കൂട്ടേണ്ടി വരുന്നു. അത് ആരോഗ്യവും ജീവിതവും നശിപ്പിച്ചു കളയും. ഓരോ തവണയും കൂടുതൽ കഴിക്കേണ്ടത് വരും. ഈ ലാസ ലഹരിയുടെ പ്രത്യേകത, ആദ്യം കുറച്ചാണെങ്കിൽ പിന്നെ കൂടുതൽ വേണ്ടി വരും. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആ ഇല്ലാതെ വരുമ്പോഴാണ് വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാകുന്നത്. തലച്ചോറ്, ശ്വാസകോശങ്ങൾ, ഹൃദയം, വൃക്ക എന്നിവയുടെ പ്രവർത്തനം തകരാറിലാക്കും. ഡോക്ടർ പറയും അതെല്ലാം, ഞാനതുകൊണ്ട് ഓടിച്ചു വിടാം. മാനസിക രോഗങ്ങൾ ഉണ്ടാകും, ഓർമ്മക്കുറവ് ഉണ്ടാകും, ബുദ്ധിമാന്ദ്യം ഉണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ആശങ്ക, വിഷാദം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അടുത്ത സാധനമാണ് ഏറ്റവും അപകടം പിടിച്ചത്. നിയമത്തിൻ്റെ പിടിയിൽ വീഴും. വീണാലോ എത്ര വലിയ ആളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് എത്ര ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. എനിക്ക് ഒരുപാട് ബുക്കിംഗ് കിട്ടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിയമത്തിന് പിടിവളികളുണ്ട്. മക്കളെ, ഒരിക്കലും നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലോ തല കുമ്പിട്ട് നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെയും കൊണ്ടുവന്ന് നിർത്തരുത്. അതിൽ വീഴില്ല എന്നുള്ള ഒരു ശ്രദ്ധ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. നല്ലതാ. മക്കളെ, ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ വയസ്സ് ഏതാന്ന് പറയാമോ? ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ വയസ്സ് ഏതാന്ന് അറിയാമോ? 18 അല്ലേ? മധുര 17, ബാല്യം. പിന്നെ ഏതാ? ഡോക്ടർ എന്തായാലും വിശദീകരിച്ച് പറയും. എങ്കിൽ പോലും ഞാനൊന്ന് പറഞ്ഞിട്ട് പോകാം. അത് 25 വയസ്സ്. അതെന്താ ഈ 25 എന്നാ? നമ്മളുടെ ഒരു ഉണ്ടായാല് നമ്മുടെ ശരീരം വഴിയും കൈ പോലെയും ഞാനിങ്ങനെ വളരും. നമ്മുടെ നാട്ടുകാരൊക്കെ പറയും പോത്തുപോലെ വളർന്നു എന്നൊക്കെ പറയും. പക്ഷെ വളരില്ലാത്ത ഒരു സാധനമുണ്ട്. 25 വയസ്സ് വന്നാലാണ് പൂർണ്ണ വളർച്ചയെത്തുന്ന ഒരു ഭാഗം നമുക്കുണ്ട്. ആ സാധനം ഇതാണ്, ഫ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. ഡോക്ടർ അത് വിശദമായിട്ട് പറയും. പക്ഷേ
ഇതാ നമ്മുടെ തലയുടെ ഫ്രണ്ടിൽ, നെറ്റിയുടെ ബാക്കിൽ, തലച്ചോറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇത്ര ഉള്ളൊരു ചെറിയൊരു അവയവമാണ്. സാധനമാണ് നമുക്ക് പ്ലാനിങ്, തിങ്കിങ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെല്ലണേ. മക്കളെ, ഈ സാധനത്തിന് ഒരു കുഴപ്പമുണ്ട്. ഈ സാധനം പൂർണ്ണ വളർച്ച എത്തണമെങ്കിൽ 25 വയസ്സ് കഴിയണം. 25 വയസ്സിന് മുമ്പ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുരടിച്ചു പോകും. ഇനി 25 വയസ്സ് കഴിഞ്ഞ് നമ്മൾ ലഹരി ഉപയോഗിച്ചാൽ ഇത് സ്വിച്ച് ഓഫ് ആയി പോകും. ഇത് സ്വിച്ച് ഓഫ് ആയി പോയതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ആലുവയിൽ ഒരു 4 വയസ്സുള്ള പെൺകുട്ടി കിടന്നുറങ്ങിയപ്പോൾ ആ പെൺകുട്ടിയെ എടുത്തുകൊണ്ടുപോയി, ഒരു കുഞ്ഞുവാവയാന്ന് പോലും തോന്നാതെ ആ കുഞ്ഞുവാവയെ എടുത്തുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നു കളഞ്ഞതിന് കാരണം ആ കശ്മലൻ്റെ മുമ്പിൽ ഈ സാധനം ഓഫായി പോയിരുന്നു. അവൻ്റെ മുമ്പിൽ ആ 4 വയസ്സുള്ള പെൺകുഞ്ഞ് പെണ്ണു മാത്രമായിരുന്നു. അവൻ്റെ തിരിച്ചറിയാൻ പോലുള്ള ബോധം അവനില്ലായിരുന്നു. ഒരു 9 വയസ്സുള്ള കുഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ ശരീരത്തിൽ നിന്ന് മാറിപ്പോയ വസ്ത്രമൊന്ന് നേരെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തൊരു മുട്ടിയിട്ട് പോരാൻ തോന്നാതെ ആ 9 വയസ്സുകാരി കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കൊന്നത് അതൊരു പെൺ മാത്രമാണ് തൻ്റെ ആവശ്യം നടത്താനുള്ളതെന്ന് ആ കശ്മലിന് തോന്നിയിട്ടാണ്. വീട്ടിൽ അച്ഛനുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാം ഉണ്ടെന്ന് തോന്നിയാലും നമ്മൾ ചിലർ മദ്യപിച്ച് വന്നിട്ട് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാവുകയും അസഭ്യം പറയുമ്പോഴും എൻ്റെ കുഞ്ഞ് കേൾക്കണ്ട, എൻ്റെ അമ്മ കേൾക്കണ്ട, എൻ്റെ സഹോദരി കേൾക്കണ്ടെന്ന് തോന്നാത്തതിരിക്കാനും കാരണം ഈ സാധനം ഓഫായി പോയതിൻ്റെ പേരിലാണ്. റോഡിലൂടെ മുണ്ടഴിച്ച് തലയിൽ കെട്ടിക്കൊണ്ട് അസഭ്യം പറഞ്ഞുകൊണ്ട് പോകുമ്പോഴും അദ്ദേഹം ഒരു നാണം തോന്നാത്തതിൻ്റെ കാര്യം ഈ സാധനം ഓഫായി പോയതിൻ്റെ പേരിലാണ്. പ്രിയപ്പെട്ട മക്കളോടും പേരൻസിനോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ സാധനം ഓണാക്കി വെക്കണം. നമ്മുടെ മക്കളുടെ ഇത് മുരടിച്ചു പോകാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. അതിന് നിങ്ങൾ ഒളിയം പോയി മൗനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പലപ്പോഴും നിങ്ങളുടെ മൗനം നിങ്ങളുടെ സമ്മതമാണ്. അപ്പുറത്തെ വീട്ടിലെ പയ്യനല്ലേ അത്? പറയണോ? വേണ്ട, കാര്യത്തിൽ റിസ്ക് എടുക്കണ്ട. ഇന്ന് റോഡിലും അപ്പുറത്തെ വീട്ടിലും സംഭവിക്കുന്നത് നാളെ നമ്മുടെ വീട്ടിലും സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കണം. As I always say, narcotics. മയക്കുമരുന്നിനെതിരെ മൗനം പാലിക്കുമ്പോൾ നിങ്ങളും മയക്കുമരുന്ന് കച്ചവടത്തിൽ പങ്കുകാരാവുകയാണ്. Now we are going to make an army against narcotics, an anti-narcotic army. Dear friends, join the anti-narcotic army. Wipe away the dirty narcotic business from our nation. ചുറ്റുപാടും നടക്കുന്ന മയക്കുമരുന്ന് ഉപയോഗമോ വിൽപ്പനയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കേരള നർക്കോട്ടിക് ആർമി നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കുക. നടപടി ഉടനെ ഉണ്ടാകും. 9995966666. ഇതാണ് ആർമി നമ്പർ. വോയിസ് എന്നീ 3 ഫോർമാറ്റുകളിലും നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. സന്ദേശം അയക്കുമ്പോൾ അതിലുണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഹൂ, വെൻ, വെയർ, ആര്, എപ്പോൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കൃത്യം നടത്തുന്നു എന്ന് വ്യക്തമായി ആ മെസ്സേജിൽ ഉണ്ടാകണം. ഐഡന്റിറ്റി പൂർണ്ണമായും രഹസ്യമായി. മെസ്സേജ് ചെക്ക് ചെയ്യുന്ന പോലീസ്
സന്ദേശം അയച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആന്റി നർക്കോട്ടിക് ആർമി നമ്പർ. So my dear fellow warriors, fear nothing. Invisible army against the dirty narcotic business. Let us begin the war. പണ്ട് ലഹരി മയക്കുമരുന്ന് എന്നൊക്കെ പറയുമ്പോൾ വെളിയിലുള്ള ഒരു അഭിമാനിച്ചവരാ നമ്മള്. ഇന്ത്യയിൽ വന്നു, എൻ്റെ കേരളത്തിൽ വരില്ലെന്നു, എൻ്റെ കേരളത്തിൽ വന്നു, എൻ്റെ ജില്ലയിൽ വന്നു, എൻ്റെ കവലയ്ക്ക് വന്നു, വീട്ടിൽ വന്നു, എൻ്റെ വീടിൻ്റെ മുറ്റത്തുണ്ട്, വീടിനകത്തുണ്ടോ എന്ന് നമുക്ക് അത് ഒളിച്ചു കടത്താൻ വളരെ എളുപ്പമുള്ള സാധനമാണ്, എളുപ്പമാണ്. അതുകൊണ്ട് നമ്മളുടെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അത് മുഹമ്മദിന്റെ കൊച്ചല്ലേ, അത് ജോസഫിന്റെ മോനല്ലേ, അത് ബാലനല്ലേ എന്ന് വിചാരിക്കാതെ, പ്രിയപ്പെട്ടവരെ, കേരള പോലീസിന്റെ യോദ്ധാവിന്റെ നമ്പർ 999666 എന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം വിളിച്ചത് 1004. വിളിക്കാൻ കഴിയില്ല, വാട്സാപ്പ് മെസ്സേജുകളെ അയക്കാൻ കഴിയും. നിങ്ങൾക്ക് പിക്ചർ വിടാം, വീഡിയോ വിടാം. അതിൽ എന്താണ് എന്ന് കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതിൽ വേറെ നമ്പറിൽ വരുന്ന മെസ്സേജ് നോക്കണ ആള് എനിക്ക് മനസ്സിലാകൂല അതാരാണ് അയച്ചതെന്ന്. അവിടെ കുറെ കുത്തും കോമയും മാത്രമേ ഉണ്ടാവുള്ളൂ. ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജുകൾ അയക്കാം. അടുത്തത് ഇടുക്കി ജില്ല നർക്കോട്ടിക് 4792 അല്ല, അത് സ്റ്റേറ്റ് നർക്കോട്ടിക്സ് ആണ്. ഇടുക്കി നർക്കോട്ടിക് സെല്ലിന്റെ നമ്പർ താഴെ കിടക്കുന്നതാണ്. 4412594. ഈ ഒറ്റ മാസം ഈ നമ്പറിൽ നമുക്ക് വിളിച്ചത് 3860 പേര് വിളിച്ചു. ഈ നമ്പറുകൾ നിങ്ങളുടെ ഓർമ്മയിലിരിക്കുന്ന നല്ല സാഹചര്യമൊക്കെ ഉണ്ടായാൽ ഈ എന്ന് പറയുന്ന നമ്പറാണ് നിങ്ങൾക്ക് വിളിക്കുക. കുട്ടികൾ എക്സാമിന്റെ റിസൾട്ടൊക്കെ 9-ാം തീയതിയാണ്. ടെൻഷനൊക്കെ ഉണ്ടാകും. ജയിച്ചാൽ പ്രത്യേക പ്രതീക്ഷിച്ച A+ കിട്ടുമോ എന്നൊക്കെയുള്ള ഇതുണ്ടാകും. ചിലപ്പോൾ ടെൻഷൻ തരണ്ടാകും. എന്താണേലും മകളെ, എന്ത് ടെൻഷൻ ഉണ്ടായാലും നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണം. ഇന്നൊരു സ്ഥലത്തേക്ക് ഒളിച്ചോടരുത്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്ത് ടെൻഷൻ, നിങ്ങൾക്ക് ദാ കാണുന്ന ചിരിയുടെ നമ്പറിലേക്ക് വിളിക്കാം. 94 97 900 200 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചാൽ നമ്മളുടെ സംസാരം കേൾക്കാനും നമുക്ക് നല്ല അറിവുകൾ പറഞ്ഞു അവിടെ കുറെ കൗൺസിലേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും മക്കളെ, നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നം അതെന്തായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ആയിക്കോട്ടെ, ഒരിക്കലും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്ന ഒരു പ്രവൃത്തിയിലേക്കും നിങ്ങൾ പോകരുത്. അത് അച്ഛനമ്മമാരുടെ പ്രതീക്ഷകളാണ് നിങ്ങൾ. അതുകൊണ്ടാണ്. മറ്റേത് പിങ്ക് പോലീസിന്റെ നമ്പറാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഞാൻ ചെയ്യുകയാണ്. ഇത് പോലീസിന്റെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം പേജാണ്. നിങ്ങളതിൽ ഫോളോ ചെയ്യണം. കാരണം അന്നന്ന് ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ അപ്പോഴപ്പോൾ, രാവിലെ നടക്കുന്നത് ഉച്ച കഴിഞ്ഞ് നടക്കുന്നത് രാവിലെ, ആ രീതിയിൽ കൃത്യമായി നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യണം. ഇത് D-HUNT എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ സ്റ്റേറ്റ് ബേസിൽ നടക്കുന്നുണ്ട്. P-HUNT അത് പോം വീഡിയോസുകളെ സംബന്ധിച്ചാണ്. അത് പറയേണ്ട സാഹചര്യമല്ല, കാരണം പറയുന്നില്ല. D-HUNT എന്ന് പറഞ്ഞ ഡ്രഗ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. ഇടുക്കി ജില്ലയിലെ 22/2/2025 മുതൽ 1/3/2025 വരെ 1633 പരിശോധിച്ചു. അതിൽ 88 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 93 പേരെ അറസ്റ്റ് ചെയ്തു. 3 പേർ ജയിലിലേക്ക്. അതേപോലെ തന്നെ 22/2/2025 മുതൽ 27/4/2025 വരെ 1365 നമ്മുടെ ഇടുക്കി ജില്ലയിൽ പരിശോധിച്ചു. 280 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 292 പേരെ അറസ്റ്റ് ചെയ്തു. 12 ഇതാ കാണുന്നുണ്ടോ, 5.97 കിലോഗ്രാം പിടിച്ചു. 4 അതുപോലെ
ഓരോ സംഭവങ്ങൾ അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ കോളുകളുടെയും കൂടി സഹായത്തിന്റെ പേരിലാണ്. ആദ്യം പോലെ അവർക്കും കൂടി അല്ലാതെ ഈ വിപത്ത് നമ്മുടെ അടുത്ത് നിന്ന് ഇത് കുറെ പോലീസുകാരോ കുറെ എക്സൈസുകാരോ കുറെ കൗൺസിലേഴ്സോ ഡോക്ടേഴ്സോ ഒന്നും നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. മാത്രം നമ്മളെല്ലാവരും കൂടി കൂടണം. എന്നാലാണ് നാളെ അത് എന്നിലേക്കോ എൻ്റെ മക്കളിലേക്കോ എത്താതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയുള്ളവരായിട്ട് മാറുക. ഇടുക്കി ജില്ലാ പോലീസിന്റെ ഈ ക്ലാസ് സെമിനാറിലെ ഈ സെക്ഷൻ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞ് ഇരുന്നതിൽ സന്തോഷം. ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ടാണ്. പാതയിലായി പോയിരിക്കാം നിരന്തരം നമ്മൾ ചവിട്ടേൽക്കുന്നത്. ഇനിയൊരാകാശമാകണം നക്ഷത്രങ്ങൾ മാത്രം പൂക്കുന്ന മഹാശാഖി. എഴുതിയ ആള് ഒരു വലിയ കവിയായിരുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് കോഴിക്കോടിന്റെ മണ്ണില് കോഴിക്കോട് വരാന്തയില് ഒരു മനുഷ്യൻ ഇങ്ങനെ അപ്പോൾ കോഴിക്കോടുള്ള ഒരു വ്യക്തി ഈ ആളെ തിരിച്ചറിഞ്ഞിട്ട് അവിടെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനായ നജീബ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, നമ്മുടെ ലൂയിസ് പാപ്പ ദാ അവിടെ അദ്ദേഹം അവിടെ കിട ഈ നജീബ് എന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തെ എടുത്ത് വേറെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അസുഖമൊക്കെ ഭേദമാക്കി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ പറയാണ്, വീട്ടിൽ നിന്ന് വഴക്കു കൂടി ഞാൻ വന്നതാണ്, അങ്ങോട്ടില്ല. അപ്പൊ ഈ വീട്ടിൽ തന്നെ നിർത്തി ഔട്ട് ഹൗസിൽ താമസിച്ചു, കൊടുത്തു, വസ്ത്രം കൊടുത്തു, വീട്ടുകാരുടെ കൂടെ കളി ചിരിയെ അതുപോലെ തന്നെ ൊക്കെ ചെയ്ത് ആ നജീബ് എന്ന് പറയുന്ന ആളുടെ ഉമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്ന് അങ്ങനെ കുറെ നാളുകൾ കൈ നീട്ടി പൈസ മേടിക്കും, മദ്യപിക്കും. അങ്ങനെ ഈ നജീബിനോട് ഒരു ദിവസം പൈസ ചോദിച്ചു. അപ്പൊ നജീബ് പൈസ കൊടുത്തു. പൈസ കൊടുത്തിട്ട് നജീബ് ഒന്നുകൂടി പറഞ്ഞു, ലൂയി പാപ്പ നിങ്ങൾ ഈ പൈസ കൊണ്ട് മദ്യപിച്ചാൽ എനിക്ക് സങ്കടാകും. അപ്പോൾ ഈ ലൂയി പാപ്പ ഈ പൈസ തിരിച്ച് നജീബിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നജീബേ എനിക്ക് ഈ പൈസ വേണ്ട, കാരണം എനിക്ക് നിന്നെ പറ്റിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഈ ഉള്ളിൽ നല്ല നന്മയുള്ള ഒരു മനുഷ്യത്തിനടിമയായി പോയി. അങ്ങനെ ഈ ലൂയി പാപ്പ പോയി കുറേ നാളുകൾ കഴിഞ്ഞ് ഒരു ദിവസം ഈ നജീബിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. നമ്പർ വേറെ തിരിച്ചറിയുന്നില്ല. ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചപ്പോൾ അത് ലൂയി പാപ്പയാണ്. ലൂയി പാപ്പ പറഞ്ഞു, നജീബേ ഇത് ആരുടെ ഫോൺ? അപ്പോൾ ഈ ലൂയി പാപ്പ പറയുക, ഇതെന്റെ വൈഫിന്റെ ഫോണാ, ഞാനിപ്പോ വീട്ടിലാ. ആരോട് വഴക്കൂടിയിട്ടാ പോയത്? വൈഫിനോട് വഴക്കൂടിയിട്ട്. എന്നിട്ട് തിരിച്ച് വൈഫിന്റെ വീട്ടിൽ വന്ന് വൈഫിന്റെ ഫോണുമായിട്ട് എടുത്ത് ഈ നജീബിനെ വിളിച്ചിട്ട്, നജീബേ ഞാൻ ഇന്ന് മദ്യപിച്ചിട്ട് 100 ദിവസമായി. അതായത് ഞാൻ ജീവിതം എന്ന ലഹരി, യഥാർത്ഥ ലഹരി ഞാൻ മനസ്സിലാക്കിയിട്ട് നജീബേ 100 ദിവസമായി. കൂട്ടുകാരുടെ കൂടെ കള്ള് കുടിക്കുന്നതിലല്ല ലഹരി, വീട്ടുകാരുടെ കൂടെ കഞ്ഞി കുടിക്കുന്നതിലാ നജീബേ ലഹരിന്ന് ആ പാവം ലൂയി പാപ്പയ്ക്ക് മനസ്സിലായി. ആ ലൂയി പാപ്പ നിങ്ങൾ ഗൂഗിളിലോ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്യൂ, ലൂയിസ് പീറ്റർ എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൂയിസ് പീറ്ററിൻ്റെ ഒരുപാട് കവിതകൾ. അദ്ദേഹത്തിൻ്റെ ഒരു വരിയാണ് ഞാൻ അതിൽ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലഹരി എന്ന് പറയുന്ന മഹാവിപത്ത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞാടുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, 5 കൂട്ടം ലഹരികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിലൊന്നാമത്തെ ലഹരി എന്ന് പറയുന്നത് ആത്മീയതയാണ്, നല്ലതാണ്. രണ്ടാമത്തെ ലഹരി സ്പോർട്സ് ആണ്. സ്പോർട്സ് എന്ന ലഹരി, ഇവിടെ ഇരിക്കുന്ന മക്കളോടും പേരൻസിനോടും എനിക്ക് പറയാനുള്ളത്, സ്പോർട്സ് എന്ന ലഹരി നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ 100% നിങ്ങളെ വേറൊരു ലഹരിയും കൊണ്ടുപോകില്ല. ശ്രദ്ധയോടെ സ്പോർട്സ് എന്ന ലഹരിയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ, സാറ് പറഞ്ഞു മർഡോണയുടെ കാര്യം പറഞ്ഞു, അവിടെ ഒരു ശ്രദ്ധക്കുറവുണ്ടായി. ഞാനിവിടെ കാണിച്ചു, എങ്ങോട്ട് പോകൂ, ഉല്ലാസം, പ്രോത്സാഹനം, അതിൽ പെടാതെ 100% ഈ ശ്രദ്ധയുണ്ടെങ്കിൽ സ്പോർട്സ് ഏറ്റവും നല്ല ലഹരിയാണ്. മൂന്നാമത്തെ ലഹരി എന്ന് പറയുന്നത് സെക്സ് ആണ്. സെക്സ് എന്ന ലഹരി നിങ്ങളിലേക്ക് എത്തിയാൽ നല്ല കാര്യം, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് സെക്സിലാണ്.
പക്ഷേ അതൊരു പരിധിക്കപ്പുറത്തേക്ക് ആ ലഹരി നിങ്ങളിലേക്ക് എത്തിയാൽ അത് അപകടമാകും. അതുകൊണ്ട് മക്കളെ, ആവശ്യമില്ലാത്ത അങ്ങനെയുള്ള ഒരു ലഹരിയിലേക്കും പോകരുത്. പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ പച്ചനെ വിളിച്ച് പറയണം, സെക്സ് എന്ന ലഹരി എന്താണെന്ന്, എന്താണ് സെക്സ് എന്ന് പച്ചനെ പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഞാൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യത്തിന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ അങ്ങനെ ഉണ്ടായിന്നാ. ഞാനത് വിശ്വസിച്ചിട്ടുണ്ട്. ഇന്നത്തെ മക്കളോട് നമ്മളത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതുകൊണ്ട് പച്ചനെ പറയാൻ പറ്റണം. നോ പറയേണ്ടടുത്ത് നോ പറയാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അതിന് ഒരച്ഛനും അമ്മയേക്കാളും വലിയൊരു കൗൺസിലർ ഈ ലോകത്തില്ല. അതുകൊണ്ട് മക്കൾ തുറന്നു പറയാനും അച്ഛനമ്മമാർ തുറന്ന് സംസാരിക്കാനും പറ്റുന്ന തുറന്ന വേദികളാകണം നമ്മുടെ കുടുംബം. നാലാമത്തെ ലഹരി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ഡ്രഗ്സ് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ. അതിന് ഏറ്റവും സുന്ദരമായി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന കവിയാണ്. മുരുകൻ കാട്ടാക്കട എന്ന് പറഞ്ഞ കവിയുടെ നെല്ലിക്ക എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ആ കവിതയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും ഇത് ലഹരിയെ കുറിച്ചാണോ സോഷ്യൽ മീഡിയയെ കുറിച്ചാണോ എന്ന്. ആ കവിത ഇങ്ങനെയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നന്മകൾക്കു നിറം കുറഞ്ഞൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ശ്രദ്ധയോടെ കേൾക്കാൻ പറഞ്ഞ് മുരുകൻ കാട്ടാക്കട അതിൻ്റെ അടിയിൽ ഒരു 2 വരി കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ആ വരികളാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ആ വരികൾ എങ്ങനെയാണ്? ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറക് വെന്ത് കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടലുണ്ണി. ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറക് വെന്ത് കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടലുണ്ണി. നന്മകൾക്കു നിറം കേടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്ക് നിറമില്ല, തിന്മകൾക്ക് മനോഹരമായ നിറങ്ങളും. മക്കളെ, നിങ്ങളെയൊക്കെ നിങ്ങളുടെ അച്ഛനമ്മമാർ ഇങ്ങനെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ തന്ന് വളർത്തുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളാകുന്ന സ്വർണങ്ങളും വൈഡൂര്യങ്ങളും വജ്രങ്ങളും ഒക്കെ തേടി പോകാനാണ്. അത് തേടി പോകുന്ന വഴിയിൽ ഇങ്ങനെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ വിഷമിഠായികൾ കിടക്കുമ്പോ മക്കളെ, അതാണ് ഒറിജിനൽ വജ്രം എന്ന് തോന്നി അതിൽ കയറി പിടിക്കരുത്. അതിന് ശ്രദ്ധയുണ്ടാകണം. അത് പിടിക്കാതിരിക്കാൻ ആയിട്ട് നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സ്വർണം തേടി പോകുമ്പോൾ അങ്ങ് കാണുന്ന ആ ഇരിക്കുന്ന കാക്കപ്പൊന്നുകൾ മിന്നുമ്പോ ഇതാണ് ഒറിജിനൽ സ്വർണമെന്ന് നമ്മുടെ മക്കൾ തെറ്റിദ്ധരിക്കുക. അതുകൊണ്ട് ചേർത്ത് നിർത്തണം. മക്കളെ, കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നിങ്ങൾ. മാതാപിതാ ഗുരുദൈവം. ശ്രീനാരായണ ഗുരുവിന്റെ പിണ്ടനന്ദി എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ആ കൃതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു 2 വരിയുണ്ട്. ഗർഭത്തിൽ വെച്ച് 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ച് കാലന്റെ കയ്യിലണയാതെ വളർത്തി നീയെ, കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാനാ, കാലം നിനച്ച് കരയുന്നിതു കേൾക്ക ശംഭോ. ശംഭോ എന്നുള്ളിടത്ത് കൃഷ്ണനോ ക്രിസ്തുന്നോ നബീന്നോ എന്തോ ചേർത്തോ. പക്ഷെ അതിന് മുമ്പുള്ളവർ 9 മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കാലന്റെ കയ്യിൽ കൊടുക്കാതെ, ഇന്ന് ഞാനെന്ന ഭാവത്തിലിരിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ ഒരു അബോർഷൻ വന്നിരുന്നെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് ഞാനെന്ന ഭാവത്തിൽ ഈ അജിയരൊന്നും സംസാരിക്കില്ല. അതിനെ ഇട കൊടുക്കാതെ നമ്മൾ കോഴി അമ്മ കുഞ്ഞിനെ കാക്കുന്നത് പോലെ നമ്മളെ വളർത്തി വലുതാക്കി മക്കളെ ദേ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇന്ന് നിങ്ങൾ നേരെ ഇറങ്ങിച്ചെന്ന് കാലനോട് പിടിച്ചോ എന്ന് പറഞ്ഞ് പോകരുത്. അതുകൊണ്ട് ശ്രദ്ധയുള്ള മക്കളായിരിക്കണം. അച്ഛനമ്മമാരുടെ പ്രതീക്ഷയാണ് നിങ്ങൾ. അച്ഛനമ്മമാരുടെ പ്രതീക്ഷയായിട്ട് വളരണം. ഞാനിത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഞാനിത് പറയാൻ നിങ്ങളുടെ ഒരു കാര്യമുണ്ട്. മക്കളെ, നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ ക്ലാസ്സൊക്കെ എടുക്കണ ഈ അജി അരവിന്ദ് ഉണ്ടല്ലോ, ഞാൻ ഒത്തിരി വിദ്യാഭ്യാസമുള്ള ഒരു അമ്മയുടെ അച്ഛൻ്റെ ഒന്നും മോനല്ല. എൻ്റെ അമ്മയ്ക്ക് 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ, എൻ്റെ അച്ഛന് 7ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. എൻ്റെ അമ്മ ഒരു കൂലിപ്പണിക്കാരിയായിരുന്നു. കൂലിപ്പണി എടുത്ത് കിടക്കുന്ന എൻ്റെ അമ്മ ഇങ്ങനെ നടക്കുമ്പോൾ നാട്ടിലുള്ളവരൊക്കെ എന്തൊരു പണിയടി ഇങ്ങനെ.
ഞാനൊക്കെ 7 പഠിക്കുമ്പോൾ എൻ്റെ മക്കളെ, നമ്മൾ പണ്ട് ഇടുക്കി ജില്ലയുടെ ഭാഗമായിരുന്ന വടാട്ടുപാറ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ കൂലിപ്പണിയെടുത്ത് നടക്കുമ്പോൾ അജിക്കൊക്കെ അന്ന് അവിടെ 4ാം ക്ലാസ് വരെ പഠിക്കാനുള്ളൂ. 7ലേക്കൊക്കെ പഠിക്കണമെങ്കിൽ അവിടുന്ന് 17 കിലോമീറ്ററുള്ള കീരമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരണം. ആ കീരമ്പാറയിൽ വന്ന് പഠിക്കണമെങ്കിൽ 25 പൈസ അങ്ങോട്ട് 25 പൈസ ഇങ്ങോട്ട് വണ്ടിക്കൂലി വേണം. ഈ 50 പൈസ തരാൻ എൻ്റെ അമ്മയ്ക്കില്ല. എൻ്റെ അമ്മ എനിക്ക് 25 പൈസ തരും. 50 പൈസ എൻ്റെ പെങ്ങൾക്ക് കൊടുക്കും, അവൾ പെണ്ണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് ബസ്സിൽ വരും, തിരിച്ച് അങ്ങോട്ട് നടക്കും. ഈ 17 കിലോമീറ്റർ നടന്ന് ഞാൻ എൻ്റെ വീട്ടിലെത്തുമ്പോൾ ഒരു 6-6:30 സമയമാകും. ഈ സമയത്ത് എൻ്റെ അമ്മ ഇങ്ങനെ പണത്തിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മുണ്ടെടുത്ത്, ഒരു ചെറിയ ബ്ലൗസ് എടുത്ത്, ഒരു തോർത്തൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നനഞ്ഞ് കുളിച്ചാൽ തന്നെ. കാരണം എന്നാണെന്നറിയാമോ, 3 രൂപയാണ് എൻ്റെ അമ്മയുടെ കൂലി. 7 പേരുള്ളൊരു കുടുംബം പുലർത്താൻ ഈ 3 രൂപ വേണം. അതിൻ്റെ പേരിൽ അമ്മ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് പോലും മേടിച്ചിട്ടില്ല. നനഞ്ഞു വരും ഈ അമ്മ വരുമ്പോൾ അന്നന്നത്തേക്കുള്ള അരി അമ്മയുടെ കയ്യിലുണ്ടാവും. അത് നനഞ്ഞു പോകാതിരിക്കാൻ തോർത്തിൻ്റെ തുമ്പറ്റത്ത് എൻ്റെ അമ്മ ഇങ്ങനെ കിഴി പോലെ പിടിക്കും. എന്നിട്ട് എൻ്റെ അമ്മ വരുമ്പോൾ എൻ്റെ മുത്തശ്ശി വീട്ടിൽ ഇങ്ങനെ ഈ കഞ്ഞിക്ക് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. എൻ്റെ അമ്മ വരുമ്പോൾ ആ 1 കിലോ അരിയിൽ നിന്ന് പകുതി അരിയിട്ട് കഞ്ഞി വയ്ക്കും, പകുതി അരി നാളത്തേക്ക് മാറ്റി വയ്ക്കും. എന്നിട്ട് ഈ 1/2 കിലോ അരിയുടെ കഞ്ഞി ഉണ്ടല്ലോ, ഒരു ഈറ്റയില മേഞ്ഞ വീട്ടിൽ, 2 മുറിയുള്ള വീട്ടിൽ, ചാണകം മെഴുകിയ തറയുള്ള വീട്ടിൽ 7 കൊരണ്ടിപ്പലകളിട്ടിട്ട് 7 പ്ലേറ്റിൽ ഈ കഞ്ഞി അങ്ങ് വിളമ്പി വയ്ക്കുമ്പോൾ ഈ 7ാം ക്ലാസ്സുകാരൻ അജിയുടെ പ്ലേറ്റിൽ സ്വല്പം കഞ്ഞിയും വെള്ളം ഉണ്ടാവുകയുള്ളൂ. 17 കിലോമീറ്റർ നടന്നുപോയി വിഷമിച്ച് വന്ന അജി അതിലിട്ട് കൈയിട്ട് വാരുമ്പോൾ 1 ഉരുളയോ 2 ഉരുളയോ കിട്ടുള്ളൂ. വിശപ്പാളിക്കത്തും, അടുത്ത 1 ഉരുള എടുക്കാനില്ല. ഈ സമയത്ത് എൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കണ എൻ്റെ അച്ഛൻ്റെ പ്ലേറ്റിലേക്ക് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പ്ലേറ്റിൽ ഒരു സ്വല്പം ചോറ് കൂടുതലുണ്ടാകും. ഞാനിങ്ങനെ ഓക്കളക്കിണ്ടിട്ട് എൻ്റെ അച്ഛൻ്റെ പ്ലേറ്റിലേക്ക് നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ ആ ഒരൊറ്റ നോട്ടം മനസ്സിലാകും. എൻ്റെ അച്ഛൻ കൈ ഇങ്ങനെ വിടർത്തിക്കൊണ്ടുപോയി ആ പ്ലേറ്റിൽ നിന്ന് വലിയൊരുള്ള ചോറെടുക്കും. എന്നിട്ട് അത് എൻ്റെ പ്ലേറ്റിലിടും, എൻ്റെ സഹോദരിമാരുടെ പ്ലേറ്റിലിടും. എന്നിട്ട് എൻ്റെ അച്ഛൻ കഞ്ഞിയുടെ വെള്ളവും കുടിച്ച് എനിക്കുമ്പോൾ എൻ്റെ അമ്മ ചെന്നിങ്ങനെ മുട്ടിക്കൊടുക്കും. അമ്മയുടെ കൈ എടുത്ത് മാറ്റിയിട്ട് എൻ്റെ അച്ഛൻ കയ്യും കഴുകി പോകുമ്പോൾ ഈ പാവം 7ാം ക്ലാസ്സുകാരന് മനസ്സിലാവൂല എന്തിനാ എൻ്റെ അമ്മ ചെന്ന് മുട്ടിയതെന്നോ അച്ഛൻ ആ കൈയെടുത്ത് മാറ്റിയതെന്നോ. ഞാൻ സന്തോഷത്തോടെ പോയി കിടക്കുക, എൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട്. വർഷം കുറെ കഴിഞ്ഞു മക്കളെ, അജിക്ക് ജോലി കിട്ടി, അജി പെണ്ണ് കെട്ടി, അജിക്ക് 2 മക്കളായി. അങ്ങ് ഇടുക്കിയിൽ നിന്നും മൂന്നാറിൽ നിന്നൊക്കെ ജോലി കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തുമ്പോൾ എന്നെ നോക്കി നിൽക്കണ്ട, ഞങ്ങൾക്ക് പോലീസുകാർക്ക് എക്സൈസുകാർക്കൊന്നും സമയമില്ല, നിങ്ങൾ കിടന്നോ എന്ന് പറയും. ഞങ്ങൾ ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാൻ താഴോട്ട് പോകുമ്പോൾ എൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് പോകും. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കും, പെണ്ണെ മക്കള് ചോറുണ്ടോടിയെന്ന്. അപ്പോൾ അവള് പറയും, ചോറുണ്ട് ചേട്ടായിന്ന്. പക്ഷേ ഒരച്ഛനമ്മമാർക്കും മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് വേറൊരാൾ പറഞ്ഞാൽ മനസ്സിലാവൂല. ഞങ്ങൾക്കത് കണ്ടു ബോധ്യമാകണം. ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, എൻ്റെ മക്കള് കിടക്കണ റൂമിൻ്റെ വാതിൽ പതിയെ തുറക്കും. കട്ടിലിങ്ങനെ മലർന്ന് കിടക്കണ്ടാവും എൻ്റെ മക്കള്. ആ മക്കളുടെ വയറ് ഇങ്ങനെ വള്ളം പോലെ ഇരിക്കും. ഈ വയറ് കാണുമ്പോൾ ഞാൻ എൻ്റെ പെണ്ണിനോട് ചോദിക്കും, പെണ്ണെ മക്കള് ചോറുണ്ടോടിയെന്ന്. അപ്പോൾ അവള് പറയും, ചോറുണ്ട് ചേട്ടായിന്ന്. പിന്നെ എന്താ പെണ്ണെ ഈ കുഞ്ഞിൻ്റെ വയറിങ്ങനെ ഒട്ടിക്കിടക്കണേന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നു ചേട്ടായി, ഞാൻ വയറ് നിറച്ച് ചോറ് കൊടുത്തതാ ചേട്ടായി വാന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് എൻ്റെ പെണ്ണ് താഴോട്ട് പോകുമ്പോഴാ മക്കളെ എനിക്ക് മനസ്സിലാകണത് അന്ന് എൻ്റെ അച്ഛന് വിശന്നിരുന്നു എന്ന്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ അച്ഛനമ്മമാർക്കും ഇതുപോലെയുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ വളർന്നു വലുതാകണം. അന്ന് വടാട്ടുപാറ ഈ കൂലിപ്പണിയെടുത്ത് കിടന്ന എൻ്റെ അമ്മയെ നാട്ടിലുള്ളവരൊക്കെ കളിയാക്കും, എന്തൊരു പണിയാടിയത്, ഇങ്ങനെയുണ്ടോ ഒരു പണിയെന്ന്. പക്ഷെ എൻ്റെ അമ്മ ഒരൊറ്റ ദിവസവും ഇരിക്കില്ല, എല്ലാ ദിവസവും പണിക്കും. എന്തിനാണെന്നറിയാമോ, ഞങ്ങളെ ഒരു നിരക്കെത്തിക്കണം. ഞങ്ങളൊരു നിലയിലെത്തിയാൽ എൻ്റെ ബുദ്ധിമുട്ട് മാറുമെന്ന് ആ പാവം രമണി തീരുമാനിച്ചു. ആ രമണിയുടെ ഒപ്പം ഞങ്ങൾ നിന്നപ്പോഴും മക്കളെ, ഈ അജി ഇന്നൊരു SI ആയിട്ടുണ്ട്. എൻ്റെ ഒരു പെങ്ങൾ ഇടുക്കിയിലുണ്ട് ടീച്ചറായിട്ട്. എൻ്റെ ഒരു പെങ്ങൾ വിദേശത്ത് നേഴ്സായിട്ടുണ്ട്. എൻ്റെ 23ാമത്തെ വയസ്സിൽ എനിക്ക് ജോലി കിട്ടണേ. 24ാമത്തെ വയസ്സ് വരെ എൻ്റെ പാവം അമ്മ കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയെ വിട്ടിട്ടില്ല. ഈ 24 വയസ്സ് വരെ എൻ്റെ പാവം 2ാം ക്ലാസ്സുകാരി രമണി കണ്ടത് ഏത് ലോകമെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു 4 കിലോമീറ്റർ ചുറ്റളവ് ഉള്ള വടാട്ടുപാറയും കോതമംഗലത്തൊരു തൃക്കാരിയൂർ എന്ന് പറഞ്ഞൊരു അമ്പല എൻ്റെ അമ്മ എൻ്റെ 24 വയസ്സ് വരെ കണ്ടത്. ഈ അമ്മയുടെ ഒപ്പം ഞങ്ങൾ നിന്നപ്പോൾ, ഞങ്ങൾ ഇന്ന് ഈ നിലയിലായപ്പോൾ ആ പാവം രമണിയുണ്ടല്ലോ, ഇന്ന് ലോക രാജ്യങ്ങള് 4 സന്ദർശിച്ചു. അടിക്കുകയും നന്നായിട്ട് അടിക്കും. ഈ കയ്യടി ഉണ്ടല്ലോ മക്കളെ, എൻ്റെ അമ്മയ്ക്കുള്ള കയ്യടിയാ.
എവിടെ ചെന്നാലും ഞാൻ കൈയടിപ്പിക്കും എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഈ ലോകത്തെ കൊണ്ട് ഞാൻ കൈയടിപ്പിക്കും. മക്കളെ, നിങ്ങളും അടിപ്പിക്കണം കയ്യ്. ഈ ലോകത്തെ കൊണ്ട് കൈയടിപ്പിക്കണം. അല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലോ ഒരു സമുദായ നേതാവിന്റെ മുമ്പിലോ ഒരു രാഷ്ട്രീയക്കാരന്റെ മുമ്പിലോ ഒരു സ്കൂളിലോ മക്കളെ നിങ്ങളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയണ ഭാഗ്യമില്ലാത്ത അച്ഛനും അമ്മയായിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയെ മാറ്റരുത്. ഈ സ്കൂളിലേക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും വരുമ്പോ മക്കളെ നിങ്ങളുടെ പേരിൽ അവരുടെ തല ഉയർന്നു നിൽക്കണം. മക്കളെ, നിങ്ങളുടെ ഈ റോഡിലൂടെ നടക്കുമ്പോ നിങ്ങളുടെ പേരിൽ അവരുടെ തല ഉയർത്തണം. മക്കളെ, നിങ്ങളുടെ കുടുംബ കൂട്ടായ്മകളിൽ വരുമ്പോ നിങ്ങളുടെ സമുദായ കൂട്ടായ്മകളിൽ വരുമ്പോ ഒരു കാരണവശാലും മക്കളെ അവരുടെ തല നിങ്ങളായിട്ട് കുനിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് നിങ്ങളുടെ അച്ഛനെ അമ്മയും ഈ ലോകത്തിന്റെ നെടുമുടിയിലേക്ക് കൊടുമുടിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒരാൾക്കേ കഴിയുള്ളൂ. അതിന് നിങ്ങൾക്ക് കഴിയണം. ആ കഴിയുമ്പോഴാണ് മക്കളെ നമ്മൾ നല്ല പുത്രന്മാരും നല്ല പുത്രിമാരും ആകണേ. അതിനു വേണ്ടിയിട്ട് ഒരു ലഹരിക്കും നിങ്ങൾ അടിമപ്പെടാതെ ഒരു ചീത്ത കൂട്ടുകെട്ടിലും പെടാതെ ചേർത്തു പിടിക്കണം നമ്മളും നമ്മുടെ കുടുംബത്തെയും നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും. മക്കളോട് ഒന്നോടെ പറയാം, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ചിത്രം അത് പിക്കാസോ വരച്ച ചിത്രോ രാജാ രവിവർമ്മ വരച്ച ചിത്രോ മോണോലിസി ഒന്നുമല്ല. ആ ചിത്രം മക്കളെ നിങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങളുടെ അമ്മയുടെ അടുത്തുണ്ട്. നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ അമ്മയുടെ മുമ്പിൽ നിന്നിട്ട് അമ്മയുടെ ഈ വയറിൻ്റെ അവിടെ നിന്നാ ഡ്രസ് ഉണ്ടല്ലോ മക്കളെ, സ്വല്പം താഴോട്ട് ഒരു ഇഞ്ച് താത്തണം ഈ പൊക്കിളിന്റെ അടുത്ത് നിന്ന്. അപ്പോ കാണാം ആ മനോഹരമായ ചിത്രം. ചെന്ന് പെൺകുട്ടികൾ ചോദിച്ചാൽ കാണിച്ചു കൊടുക്കും, ആൺകുട്ടികൾ ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ സാധ്യത കുറവാ. കാലം വല്ലാത്തതാ എൻ്റെ പേരിൽ. നിങ്ങൾക്ക് അവസരം വരും, ചെന്ന് നോക്കണം. ദാ ഇവിടെ നിന്ന് ഇവിടം വരെ ഇങ്ങനെ വെളുത്ത ഒരു വര കാണാം. എന്താണെന്നറിയാമോ? നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുമ്പോ മക്കളെ നിങ്ങൾ ഇത്രയൊന്നും ഇല്ല. നിങ്ങൾ ഉണ്ടായിരുന്നത് ഒരു മുട്ടുസൂചിയുടെ ചട 1000 വിഭജിച്ചാൽ അതിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നുള്ളൂ. അത്ര ഉണ്ടായിരുന്ന നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അമ്മയുടെ ചോരയും നീരും ഇങ്ങനെ വലുതാക്കി എടുത്തപ്പോൾ ആ പാവം സ്ത്രീ ഒന്നും മലർന്നു കിടന്നിട്ടില്ല, ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ടില്ല, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. മക്കളെ, നിങ്ങളുടെ ബാഗ് നിങ്ങൾ ഓർത്തിട്ടുകൊണ്ട് സ്കൂൾ ബസ്സിൽ കയറിയ ഉടനെ താഴെ വയ്ക്കും, സ്കൂളിൽ വന്നാൽ വയ്ക്കും. ഒരു 10 മിനിറ്റ് അത് തോളയിലിടാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങളെയും നിങ്ങളെക്കായാലും ഇരട്ടിയുള്ള നിങ്ങളുടെ പ്ലാസന്റയും ചുമന്ന് ആ പാവം സ്ത്രീ 10 മാസം ആ സ്ത്രീ ഇങ്ങനെ വയറിങ്ങനെ വലുതാക്കി വന്നപ്പോൾ ഈ വയറിലെ 7 ലെയർ മാംസങ്ങൾ അകന്നു. അവിടെ കടിയും വലിവും പൊട്ടുണ്ടായി. ആ പാടാ മക്കളെ, നമ്മുടെ അമ്മ നമുക്ക് തന്ന കരുതല സ്നേഹ അവിടെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടൊരു ഉമ്മ കൊടുക്കണം. മക്കളെ, ചെന്നിട്ട് ചേർത്ത് പിടിക്കണം. ഈ വയറും വിട്ട് ഒരു സ്ഥലത്ത് ഞാൻ പോകില്ല, ഒരു തെറ്റിലും ഞാൻ പോകില്ല എന്ന് മക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറയണം. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊരു ബലൂൺ മേടിച്ചു കൊണ്ടുപോകണം, ഒരു ബലൂൺ. എന്നിട്ട് ആ ബലൂൺ വീർപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പുറത്ത് അമ്മയെന്നോ ഉമ്മയെന്നോ അമ്മച്ചിയെന്നോ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ വിളിക്കണ തള്ളയെന്നോ എഴുത്. എന്നിട്ട് ആ ബലൂൺ അങ്ങ് വീർപ്പിക്കുമ്പോൾ കാണാം മക്കളെ, നിങ്ങൾ എഴുതിയ അമ്മയും ഉമ്മയും അമ്മച്ചിയും അകന്നകന്ന് പോലെ പൊട്ടണത്. അതുപോലെ പൊട്ടിയതാ നമ്മുടെ അമ്മയെ. അതുകൊണ്ട് ചേർത്ത് പിടിക്ക്. ആ അമ്മയുടെ അച്ഛൻ്റെയും സ്വപ്നങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് മക്കളെ നിങ്ങളൊരു രോഗം ഉണ്ടാക്കാമെന്ന് പ്രതീക്ഷിച്ചാൽ അത് എങ്ങനെയാകുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ ലോകപരിചയമുള്ള അച്ഛൻ്റെയും അമ്മയുടെയും നിങ്ങളുടെ ഗുരുനാഥന്മാരുടെയൊക്കെ മഹാലക്ഷ്യങ്ങളുടെ മുമ്പിൽ മക്കളെ നിങ്ങൾ നിന്നുകൊടുക്ക്. ഒരു ലഹരിയും നിങ്ങളെ കീഴടക്കരുത്. നിങ്ങളുടെ ലഹരി നിങ്ങളുടെ കുടുംബമായിരിക്കണം, നിങ്ങളുടെ അച്ഛനമ്മമാരായിരിക്കണം, നിങ്ങളുടെയും നിങ്ങളുടെ അച്ഛനമ്മമാരുടെയും ലക്ഷ്യങ്ങളായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇടുക്കി ജില്ലാ സ്റ്റുഡൻസ് പോലീസിൻ്റെയും കൂടിയിട്ടുള്ള ഈ സെമിനാറിലെ എൻ്റെ ചെറിയ